പ്രഭാതത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ അവനവനു വേണ്ടി മാറ്റിവെക്കുക. സ്റ്റഡി. ഇവിടെ ബ്രഹ്മകുമാരീസിൽ നിങ്ങൾ കാണുന്ന എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സും നിങ്ങളെപ്പോലെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അവർ അവരുടെ കുടുംബത്തെ നോക്കുന്നുണ്ട്. പക്ഷേ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ സെൻറ്ററിൽ ചെലവഴിക്കുന്നു എന്നതാണ്. ആഴ്ചയിലെ 7 ദിവസം രാവിലെ 1 മണിക്കൂർ അവനവന് വേണ്ടി മാറ്റിവെക്കുന്നു. 1 മണിക്കൂർ സെൻറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ ധ്യാനം കേൾക്കും, മെഡിറ്റേഷൻ ചെയ്യും. 1 hour is fixed. ബാക്കിയുള്ള 23 മണിക്കൂറിനെയും ആ 1 മണിക്കൂർ ശ്രദ്ധിച്ചുകൊള്ളും. ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലത്തെ ആദ്യത്തെ 1 മണിക്കൂർ ന്യൂസ് പേപ്പർ വായിച്ചും ന്യൂസ് ചാനൽ കണ്ടും ചായ, അനാവശ്യമായ സംസാരങ്ങൾ എന്നിവയിൽ മുഴുകുന്നതിന് പകരം ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മാത്രം കൊണ്ടുവന്നു. ആ 1 മണിക്കൂർ നമ്മൾ സെൻറ്ററിലേക്ക് വന്ന് മെഡിറ്റേഷൻ ചെയ്ത് ജ്ഞാനം കേട്ട് മനസ്സിലാക്കാനായി ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ജോലിക്ക് പോകുന്നു. നമ്മളെല്ലാവരും ഓരോ മണിക്കൂറിന് ശേഷവും 1 മിനിറ്റിൻ്റെ സൈലൻസിൽ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓരോ മണിക്കൂറും 1 മിനിറ്റ്. ഒരു പാട്ട് കേൾക്കാറില്ലേ? ഇത് നിങ്ങളുടെ ഫോണിലും വയ്ക്കാം. ഇതിനെ ട്രാഫിക് കൺട്രോൾ എന്നാണ് പറയുക. നിങ്ങളുടെ ഓഫീസിലും ഇത് ചെയ്യാനാവുന്നതാണ്. മ്യൂസിക് സിസ്റ്റത്തിൽ എല്ലാ 1 മണിക്കൂറിലും ഒരു മ്യൂസിക്. ഓരോ 59 മിനിറ്റിന് ശേഷവും എല്ലാവർക്കും ഒരു പോസ് നൽകുക. ദ മൈൻഡ് വിൽ ഗെറ്റ് എനർജൈസ്ഡ്. അതിലൂടെ മനസ്സ് ഊർജ്ജസ്വലമാകും. ദ മൈൻഡ് വിൽ ഗെറ്റ് എനർജൈസ്ഡ്. ഓരോ 59 മിനിറ്റുകൾക്ക് ശേഷവും ഒന്ന് റിലാക്സായി ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാനൊരു ശുദ്ധ ആത്മാവാണ്. ഞാനൊരു ശാന്തസ്വരൂപ ആത്മാവാണ്. എൻ്റെ ശരീരം പെർഫെക്റ്റ് ആൻഡ് ഹെൽത്തിയാണ്. ഞാൻ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാവരും എന്നെയും അക്സെപ്റ്റ് ചെയ്യുന്നു. 1 മിനിറ്റ് കഴിയും. പിന്നെയുള്ള 59 മിനിറ്റുകൾ പെർഫെക്റ്റായി മാറുകയും ചെയ്യും. ഇത് ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ രാവിലെ മാത്രമല്ല ഫോൺ ചാർജ് ചെയ്യാറുള്ളത്. നമ്മൾ ഇടയ്ക്കിടെ ഫോൺ ചാർജ് ചെയ്യാറുണ്ട്. കാരണം ഫോൺ കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടുതലായി ചാർജ് ചെയ്യേണ്ടതായും വരും. അതുകൊണ്ട് ഓരോ 59 മിനിറ്റിന് ശേഷവും 1 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്കാവുമോ? ഉറപ്പല്ലേ? ഇത് വളരെ ഈസിയാണ്. ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ട്രാഫിക് കൺട്രോൾ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ മ്യൂസിക് എന്ന ഒരു ഓപ്ഷനും ഉണ്ട്. പാട്ടുണ്ടാവില്ല, വളരെ ലൈറ്റായ മ്യൂസിക് വരും. ജോലി സ്ഥലത്ത് പോലും അത് വയ്ക്കാം. എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കൂ. ഓരോ മീറ്റിംഗ്സും തുടങ്ങുന്നതിന് മുൻപും 1 മണിക്കൂർ സൈലൻസിലിരിക്കുക. അത് ആ മീറ്റിങ്ങിന് വേണ്ടിയുള്ള ശരിയായ സങ്കല്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും വേണ്ടി ശരിയായ സങ്കല്പം സൃഷ്ടിക്കാം. മീറ്റിങ്ങിൻ്റെ ഇടയിൽ കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് തോന്നിയാൽ പിന്നെ ധാരാളം വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആദ്യമേ തന്നെ എല്ലാവരോടും പറയുക, ലെറ്റ്സ് ടേക്ക് 1 മിനിറ്റ് സൈലൻസ്. 1 മിനിറ്റ് എല്ലാവർക്കും ഒന്ന് മിണ്ടാതിരിക്കാം. 1 മിനിറ്റിൽ ആളുകൾക്ക് അവരുടെ ചിന്തകളെ അടുക്കും ചിട്ടയുമാക്കാൻ കഴിയും. മാത്രമല്ല, മനസ്സിന് ഒരു പോസ് കിട്ടുമ്പോൾ മറുഭാഗത്തുള്ളയാളെ മനസ്സിലാക്കാനും കഴിയും. സോ 1 മിനിറ്റ് പോസ്. ദ പവർ ഓഫ് 1 മിനിറ്റ്. മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോഴും 1 മിനിറ്റ് സൈലൻസിൽ ഇരിക്കുക. മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനിച്ച ആ ടാസ്കിനു വേണ്ടിയുള്ള ബ്ലെസ്സിങ്സും നന്ദിയുമാണ് അപ്പോൾ നൽകേണ്ടത്. മീറ്റിങ്ങിൽ ശരിയായ കാര്യങ്ങൾ അവതരിപ്പിച്ചതിനും ഏവർക്കും നന്ദി പറയുക. തുടക്കത്തിൽ 1 മിനിറ്റ്, ഇടയ്ക്ക് 1 മിനിറ്റ് പോസ് ചെയ്യുക. അവസാനിക്കുമ്പോഴും 1 മിനിറ്റ്. 1 മിനിറ്റിൽ റിസൾട്ട്സ് വിൽ ചേഞ്ച്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സങ്കല്പങ്ങൾ റിയാലിറ്റിയായി മാനിഫെസ്റ്റ് ആവുന്നു, സത്യമായി മാറുന്നു. അതോടെ റിസൾട്ട് ചേഞ്ച് ആവുന്നു. ഉറങ്ങുന്നതിന് മുൻപായി 20 മിനിറ്റ് അവനവന് വേണ്ടി മാറ്റിവെക്കുക.
ഒരു വിധത്തിലുമുള്ള പുറമേയുള്ള ഇൻഫോർമേഷൻസും ഉറങ്ങുന്നതിനു മുൻപ് 20 മിനിറ്റ് മുമ്പ് നോക്കരുത്. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായി ജോലി സംബന്ധമായ ഇമെയിൽസോ വാട്സപ്പോ അങ്ങനെ ഒരു മെസ്സേജും വായിക്കരുത്. വായിച്ചാൽ പിന്നെ നിങ്ങളുടെ ശരീരം മാത്രമേ ഉറങ്ങുകയുള്ളൂ. മനസ്സ് അപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്ന് നമ്മൾ പറയാറുണ്ട്. നെവർ ഫോൾ ഓഫ് ടു സ്ലീപ്പ്. അപ്പോൾ നിങ്ങളുടെ ശരീരം മാത്രമേ ഉറങ്ങുകയുള്ളൂ. ആദ്യം തന്നെ അവനവന് നല്ല ഉറക്കം കിട്ടാനായി പ്രിപ്പയർ ചെയ്യണം. ഇന്ന് നമ്മളിൽ കൂടുതൽ പേർക്കും ഉറക്കക്കുറവുണ്ട്. ഉറക്കക്കുറവ് എന്നാൽ നമ്മൾ ഉറങ്ങുന്നത് കുറവാണ് എന്നല്ല അർത്ഥം. നമ്മൾ ശരിയായി ഉറങ്ങുന്നില്ല എന്നാണ് അർത്ഥം. ശരിയായി ഉറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം ഉറങ്ങിയാൽ മതിയാവും. ശരിയായി ഉറങ്ങുക എന്നാൽ മനസ്സുറങ്ങുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നതിന് 20 മിനിറ്റ് മുൻപ് TV കാണരുത്, ഫോൺ നോക്കരുത്. ഉറങ്ങുന്നതിന് മുൻപായി ആ ദിവസം മുഴുവനും ഉണ്ടായ കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കാം. ചിലർ അന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. എഴുതുമ്പോൾ ഇന്ന് എന്ത് നടന്നു എന്നല്ല എഴുതേണ്ടത്. ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത് അതാണ് എഴുതേണ്ടത്. മറ്റൊരു വിധത്തിൽ റിയാക്ട് ചെയ്യാമായിരുന്നു, പ്രതികരിക്കാമായിരുന്നു എന്ന് തോന്നിയാൽ അതും എഴുതണം. അന്നേ ദിവസം ഏതെങ്കിലും വിധത്തിൽ അപ്സെറ്റ് ആവേണ്ടി വന്നുവെങ്കിൽ, വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിന് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. ഉറങ്ങുന്നതിന് മുൻപ് മനസ്സിലെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിട്ട് വേണം ഉറങ്ങാൻ. അല്ലാതെ ഏതെങ്കിലും ചോദ്യങ്ങളോ അസ്വസ്ഥതകളോ മനസ്സിൽ വെച്ചുകൊണ്ട് ഉറങ്ങരുത്. അങ്ങനെ ഉറങ്ങിയാൽ പിന്നെ രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ആ പ്രശ്നം 50 നിന്നും 60ലേക്ക് ഉയർന്നിട്ടുണ്ടാവും. എൻ്റെ തല വേദനിക്കുന്നു, എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉറങ്ങാനേ പാടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അത് 50 നിന്നും 60ലേക്ക് എത്തിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ 6-7 മണിക്കൂർ മനസ്സിന് ആ ചിന്ത ക്രിയേറ്റ് ചെയ്യാനും വേദന അധികമാക്കാനുമായി നൽകി കഴിഞ്ഞു. അതുകൊണ്ട് രാവിലെ 1 മണിക്കൂർ, ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റ്, പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപായി 20 മിനിറ്റ്. ഇതാണ് യോഗി ജീവിതം. എന്നിട്ട് ദിവസം മുഴുവനും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുകയും വേണം. ശരിയായ ഭക്ഷണം, വെള്ളം എന്നിവയും ശീലമാക്കുക. സാത്വിക ഭക്ഷണം എങ്ങനെയാണെന്ന് പരീക്ഷിച്ചു നോക്കുക. വെറും 3 മാസം സാത്വികമായ ഭക്ഷണം ഒരു പരീക്ഷണം എന്ന രീതിയിൽ കഴിച്ചു നോക്കുക.